ഇന്ന് നമുക്ക് നത്തോലി മീൻ തേങ്ങ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. നത്തോലി വളരെ ചെറിയ ഒരു കടൽ മീനാണല്ലോ. ചില സ്ഥലങ്ങളിൽ കൊഴുവ, നത്തോലി, ബത്തൽ എന്നെല്ലാം പറയുന്ന മീനാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കടൽ മീനാണല്ലോ ഇത്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വറുത്തിടുന്നതിനായിട്ട് കടുകും ഉലുവയുമാണ്. പിന്നെ അരപ്പിനായി തേങ്ങ വേണം, വെളിച്ചെണ്ണയും മസാലപ്പൊടികളുമാണ് കേട്ടോ ഇത്. ഇനി പുളി ചേർക്കണം. കുടംപുളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കത് ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് പഴുത്ത വാളംപുളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത് കഴുകി കുതിർത്താനിട്ട് വെച്ചു. ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടില്ല, കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കുന്നതിനായി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും ചേർത്ത് അതിലേക്ക് മുളക് പൊടിയും അല്പം കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊഴിച്ച് അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിക്ക് ചാറിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഉപ്പിട്ട് കൊടുക്കണം. ഇനി വാളംപുളിയാണ് കേട്ടോ, കുതിർത്ത് വെച്ച വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വെച്ച മീനും കൂടി ചേർക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ആ സമയം നമുക്ക് പഴുത്ത തക്കാളി എടുത്ത് വെച്ചതുണ്ടല്ലോ, അത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇതേപോലെ. എന്നിട്ട് കറിയുടെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക, കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കൂ. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കുക്കാവട്ടെ. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്തിടണം. അതിനായി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ബ്രൗൺ നിറമാവുന്നവരെ മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നത്തൽ മീൻ കറി റെഡിയായി. തേങ്ങ അരച്ച് ചേർത്ത് കുറുകിയ ചാറോടുകൂടിയ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി മീൻ കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.